വിശദമായ വാർത്തകളിലേക്ക്. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ജേക്കബ് തോമസ് കത്ത് നൽകി. ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയ്ക്കാണ് ജേക്കബ് തോമസ് കത്ത് നൽകിയത്. വ്യക്തിപരമായ കാരണങ്ങളാൽ ഒഴിവാക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറി കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. ജേക്കബ് തോമസ് തുറമുഖ വകുപ്പിന്റെ ഡയറക്ടറായിരിക്കെ സോളാർ പാനലുകൾ സ്ഥാപിച്ച സംഭവത്തിൽ ഖജനാവിന് നഷ്ടം സംഭവിച്ചതായുള്ള ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. തൊട്ടുപിന്നാലെ ജേക്കബ് തോമസിനെതിരെ പ്രതിപക്ഷം നിയമസഭയിൽ അതിരൂക്ഷമായ പരിഹാസമാണ് ഉയർത്തിയത്. ഇതേ തുടർന്ന് തന്നെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തരണമെന്ന് കാട്ടി ജേക്കബ് തോമസ് ഇന്ന് സർക്കാരിന് കത്ത് നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയ്ക്കാണ് ജേക്കബ് തോമസ് കത്ത് കൈമാറിയത്. വ്യക്തിപരമായ കാരണങ്ങളാൽ തന്നെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തരണമെന്നാണ് ജേക്കബ് തോമസ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. തനിക്കെതിരെ എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടാക്കാൻ ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നതായി ജേക്കബ് തോമസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജേക്കബ് തോമസ് സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. ജേക്കബ് തോമസിന്റെ കത്ത് സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ വാർത്തയോട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ സർക്കാർ വൃത്തങ്ങൾ തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ ADGP ശങ്കർ റെഡ്ഡിക്കെതിരെ ഹൈക്കോടതിയിൽ വിജിലൻസിന്റെ സത്യവാങ്മൂലം. അന്വേഷണ ഉദ്യോഗസ്ഥനായ SP സുകേഷിനെ ശങ്കർ റെഡ്ഡി മാനസികമായി തകർക്കാൻ ശ്രമിച്ചുവെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. സുകേഷിനെ തന്റെ ആജ്ഞാനുവർത്തിയാക്കാൻ ശ്രമിച്ചുവെന്നും സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്നു. സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. കോഴിക്കോട് കേസിൽ K മാണിക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിച്ച നിയമോപദേശകൻ മുരളീകൃഷ്ണനെതിരെ അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ. മാണിക്കെതിരായ ഫയലുകൾ കോടതിയിൽ ഹാജരാക്കാതെ മറച്ചുവെച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം. കോഴിക്കോട് കേസ് അന്വേഷണം ശക്തിപ്പെടുത്തുന്നതിനായി വിജിലൻസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. വഞ്ചിയൂർ കോടതി വളപ്പിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ അഭിഭാഷകർ അറസ്റ്റിൽ. ബാർ അസോസിയേഷൻ സെക്രട്ടറി ആനയറ ഷാജി അടക്കം 5 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതികളെ ജാമ്യത്തിൽ വിട്ടു. മാധ്യമപ്രവർത്തകർക്കെതിരെ അഭിഭാഷകർ നടത്തുന്ന അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധവുമായി നിയമ വിദ്യാർത്ഥികൾ. മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥികൾ പ്രകടനവും തെരുവു നാടകവും സംഘടിപ്പിച്ചു. ATM തട്ടിപ്പിലൂടെ മുതിർന്ന മലയാളി UN ഉദ്യോഗസ്ഥൻ CV ആനന്ദ് ബോസിന്റെ മകന്റെ പണം നഷ്ടമായി. 3 ലക്ഷം രൂപയാണ് അമേരിക്കയിലെ മാൻഹാട്ടനിൽ വെച്ച് ATMലൂടെ പിൻവലിക്കപ്പെട്ടത്. ദില്ലിയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്ന് മകന്റെ ഡോളർ അക്കൗണ്ടിലേക്ക് ആനന്ദ് ബോസ് തന്നെയാണ് പണം നിക്ഷേപിച്ചത്. ഈ മാസം 15-നാണ് പണം നഷ്ടപ്പെട്ടത്. സംഭവത്തിൽ അമേരിക്കൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുത്തലാഖിനെതിരെ CPIM മുത്തലാഖ് നിർത്തലാക്കണമെന്നുള്ള മുസ്ലിം സ്ത്രീകളുടെ ആവശ്യത്തിന് പിന്തുണ നൽകുന്നതായി CPIM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കി. മുത്തലാഖ് സ്ത്രീകളുടെ അവകാശങ്ങളുടെ ലംഘനമാണ്. ഹിന്ദു വ്യക്തി നിയമങ്ങളും പരിഷ്കരിക്കണമെന്നും എന്നാൽ ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കുന്നത് ഗുണം ചെയ്യില്ലെന്നും PB ചൂണ്ടിക്കാട്ടി. മുത്തലാഖ് മനുഷ്യത്വരഹിതമെന്ന് മന്ത്രി KT ജലീൽ. മുത്തലാഖിന്റെ കാര്യത്തിൽ മുസ്ലിം സംഘടനകൾ അധികം വൈകാതെ ഏകാഭിപ്രായത്തിലെത്തുമെന്നും എന്നാൽ മുത്തലാഖിന്റെ മറവിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ശ്രമിക്കരുതെന്നും മന്ത്രി KT ജലീൽ പറഞ്ഞു. വാർത്തകളിലേക്ക്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ കോളേജുകളിലൊന്നായ ബലിയ കൺവെൻസിംഗ് PG കോളേജ് സ്റ്റുഡന്റ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് ചരിത്ര വിജയം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ABVP സ്ഥാനാർത്ഥിയെ 83 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് SFIയുടെ അഖിലേഷ് യാദവ് വിജയിച്ചത്. ABVPയുടെ കോട്ട തകർത്താണ് കിഴക്കൻ UPയിലെ ബലിയ കൺവെൻസിംഗ് PG കോളേജിൽ SFI ചരിത്ര വിജയം നേടിയത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ABVP സ്ഥാനാർത്ഥിയെ തറപറ്റിച്ച് SFIയുടെ അഖിലേഷ് യാദവ് ചരിത്രം കുറിച്ചു. ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലും ഹൈദരാബാദ് സർവകലാശാലയിലും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ABVPക്ക് മറ്റൊരു കനത്ത പ്രഹരമാണ് UPയിൽ നിന്നും ഉണ്ടായത്. രാജ്യത്തെ സർവകലാശാലകളിലും കോളേജുകളിലും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ മുന്നേറ്റത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഈ ഘട്ടത്തിൽ കൽപ്പിക്കപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ നയങ്ങൾ, സംഘപരിവാർ നേതൃത്വത്തിൽ നടക്കുന്ന ദളിത് പീഡനങ്ങൾ, JNU, ഹൈദരാബാദ് സർവകലാശാലകളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയവയാണ് വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പുകളിൽ മുഖ്യ പ്രചരണ വിഷയമായത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് പാളയത്ത് ക്ഷേത്രങ്ങൾക്ക് സമീപമുള്ള ഹോട്ടലുകൾക്കെതിരെ ഹിന്ദു ഐക്യവേദിയുടെ ഭീഷണി. ഹോട്ടലുകളിൽ മാംസാഹാരം വിൽക്കരുതെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ഭീഷണി. ഹോട്ടലുകൾക്ക് സമീപം ഹിന്ദു ഐക്യവേദി പോസ്റ്ററുകൾ പതിച്ചു. കേരള കോൺഗ്രസ് എമ്മിൽ അധികാര കൈമാറ്റം. ജോസ് കെ മാണിയെ ഏക വൈസ് ചെയർമാനായി തെരഞ്ഞെടുത്തു.
PC ജോർജ് കൈകാര്യം ചെയ്ത പദവിയാണത്. സംസ്ഥാന കമ്മിറ്റി അറിയാതെയാണ് തീരുമാനം. മാണി ഗ്രൂപ്പിലെ സീനിയർ നേതാക്കളും PJ ജോസഫിനോടൊപ്പമുള്ളവരും തീരുമാനത്തിൽ അതൃപ്തരാണ്. KPCC പുനഃസംഘടന വൈകുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. അടുത്ത മാസം ആദ്യവാരത്തോടെ പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കണമെന്ന് ഹൈക്കമാൻഡ് നേതൃത്വം KPCCക്ക് നിർദ്ദേശം നൽകി. ഗ്രൂപ്പ് തർക്കം മൂലമാണ് പുനഃസംഘടന വൈകുന്നതെന്ന് സൂചനയുണ്ട്. രാഹുൽ ഗാന്ധിയുമായി VM സുധീരൻ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഏറെ മുന്നിലാണെന്ന് കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി വെങ്കയ്യ നായിഡു. കേന്ദ്ര പദ്ധതികളുടെ സംസ്ഥാനതല അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സംസ്ഥാന വിഹിതം ഉടൻ അനുവദിക്കുമെന്ന് മന്ത്രി KT ജലീലും വ്യക്തമാക്കി. BCCIക്ക് സുപ്രീം കോടതിയിൽ നിന്നും വീണ്ടും തിരിച്ചടി. ലോധ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കണമെന്ന മുൻ ഉത്തരവിന്മേൽ BCCI നൽകിയ പുനഃപരിശോധനാ ഹർജി കോടതി തള്ളി. ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിൽ നിന്നും ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിനെ മാറ്റണമെന്ന ആവശ്യവും കോടതി പരിഗണിച്ചില്ല. ചരക്ക് സേവന നികുതി നിലവിൽ വരുമ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള നഷ്ടം പരിഹാരം സംബന്ധിച്ച് ദില്ലിയിൽ ചേർന്ന GST കൗൺസിൽ യോഗത്തിൽ ധാരണ. കഴിഞ്ഞ 5 വർഷത്തെ നികുതി വരുമാനം ശരാശരി കണക്കാക്കി സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകും. 10 വർഷത്തെ ശരാശരി കണക്കാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിന് അംഗീകാരം ലഭിച്ചില്ല. 5 വർഷത്തെ ശരാശരി കണക്കുകൂട്ടി നഷ്ടപരിഹാരം നൽകുന്നത് കേരളത്തിന് ഗുണം ചെയ്യില്ലെന്ന് സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്നുള്ള അരി വിഹിതം കുറഞ്ഞതാണ് ചിലയിടങ്ങളിൽ APL വിഭാഗത്തിനുള്ള അരി വിതരണം മുടങ്ങാൻ കാരണമെന്ന് ഭക്ഷ്യമന്ത്രി P. തിലോത്തമൻ. അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായും ഭക്ഷ്യമന്ത്രി പറഞ്ഞു. റേഷൻ വിതരണം താറുമാറാകുന്ന സ്ഥിതി ഉണ്ടാകില്ലെന്നും ഭക്ഷ്യമന്ത്രി ഉറപ്പു നൽകി. റബ്ബർ വില തകർച്ച മൂലം സംസ്ഥാനത്ത് റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നത്തെ സംബന്ധിച്ച് നിയമസഭയിൽ ചർച്ച വേണമെന്ന KM മാണിയുടെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. റബ്ബർ കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മന്ത്രി സുനിൽകുമാർ സഭയിൽ പറഞ്ഞു.